നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്ന് നമുക്കൊരു കോട്ട് നോക്കാം. വെൻ തിങ്സ് ആർ ഗോയിങ് വെൽ, ബി ഡിസിപ്ലിൻഡ് ടു കീപ് ദം ഗോയിങ്. ഇഫ് തിങ്സ് ഗോ റോങ്, ബി മോർ ഡിസിപ്ലിൻഡ് സോ ദേ ക്യാൻ റിട്ടേൺ ടു നോർമൽ. ഡിസിപ്ലിൻ ഇസ് ദ കീ ടു സക്സസ് ഇൻ എനിത്തിങ് യു ഡു. കാര്യങ്ങൾ നന്നായി പോവുകയാണ്, വലിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിട്ടകൾ അങ്ങനെ തുടർന്ന് പോകാനും നമുക്ക് വലിയ പാടുണ്ടാവില്ല. ഇറ്റ് വിൽ ഗോ ഓൺ അല്ലേ. രാവിലെ എണീക്കുന്ന കാര്യങ്ങളായിട്ടൊക്കെ അങ്ങ് മുന്നോട്ട് പൊക്കോളും. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതൊക്കെ വഴി ഉണ്ടാവുമെങ്കിലും ചിലപ്പോൾ അത് നമ്മളുടെ മൊത്തം ഒരു ചിട്ടകളെ അങ്ങ് എടുത്തു കളഞ്ഞേക്കും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെയും നമ്മൾ മൊത്തത്തിൽ എല്ലാ ചിട്ടകളും പോയി കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയില്ലേ, കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ടാവും. എണീക്കുന്നതിന് സമയം ഉണ്ടാവില്ല, ഭക്ഷണത്തിന് സമയം ഉണ്ടാവില്ല, ഉറക്കത്തിന് സമയം ഉണ്ടാവില്ല, എല്ലാം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ വരും. അവസാനം കുറച്ച് കഴിയുമ്പം ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിലേക്കൊക്കെ എത്തിപ്പോകും. അപ്പം അതിലേറ്റവും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അഡ്വൈസാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വെൻ തിങ്സ് ഗോ റോങ്, ബി മോർ ഡിസിപ്ലിൻഡ്. പാടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ച് കാലമൊക്കെ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ അവസ്ഥയൊക്കെ ആണെങ്കിൽ അതിനൊപ്പം ഒഴുകി പോവാണ്ട് കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ചിട്ടകൾ വീണ്ടും തിരിച്ചു പിടിക്കാൻ കുറച്ച് കൂടുതൽ ശ്രമിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. ആ ചിട്ടകളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ പഴയതിലേക്ക് പോവാൻ കുറച്ചുകൂടെ സഹായിക്കും. ഈ ബുദ്ധിമുട്ടുള്ള കാലം മാറുമല്ലോ, എന്തായാലും എന്നും ഒരുപോലെ നിൽക്കില്ല. അത് മാറി വരുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളിൽ മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ചടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴും ഒന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അതിൽ കീഴ്പ്പെട്ട് പോവാതെ എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ ഏറെക്കുറെ അത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ദിവസം വരുമ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് ആക്ച്വലി മനസ്സിലാവും. ഡിസിപ്ലിൻ ഒരു പരിധി വരെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ലെങ്കിൽ പോലും ഏകദേശം ഒരു ചിട്ടയോടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ത് തരം വിജയത്തിനും വളരെ 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 അത്യാവശ്യമാണ്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, നമുക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഒരാൾ അയാളുടെ 24 മണിക്കൂർ എങ്ങനെ ചെലവാക്കുന്നു എന്ന് ഏകദേശം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ട്രജക്ടറി പോകുന്നൊരു ഡയറക്ഷനെ പറ്റി ഒരു ധാരണയുണ്ടാവും. ഏത് രീതിയിലാണ് അവർ സമയം ചെലവഴിക്കുന്നത്, എന്താണ് കൂടുതൽ കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയും ഏത് രീതിയിലാണ് ഒരാൾ എണീറ്റാൽ കിടക്കുന്നവരെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ചിട്ടകൾ ഇരുന്നോട്ടെ, അത് ബുദ്ധിമുട്ടുള്ള സമയത്തൂടെയാണ് നിങ്ങൾ കടന്നു പോകണമെങ്കിൽ കുറച്ച് കൂടുതലായി മുറുകെ പിടിക്കൂ. അത് വളരെ ആ സമയത്താണ് അത് കൂടുതലായിട്ടും ആക്ച്വലി ആവശ്യം വരിക എന്ന് പറയും. പൊതുവെ പറയാറുണ്ട്, മെഡിറ്റേറ്റ് ഫോർ 10 minutes ആൻഡ് ഇഫ് യു ആർ എ ബിസി പേഴ്സൺ മെഡിറ്റേറ്റ് ഫോർ 20 minutes എന്ന് പറയും. അതായത് ധ്യാനിക്കുക ഒരു 10 മിനിറ്റൊക്കെ, നിങ്ങളൊരു സാധാരണ ആളാണെങ്കിൽ 10 മിനിറ്റൊക്കെ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ വളരെ തിരക്കുള്ള ഒരാളാണെങ്കിൽ അത് 20 മിനിറ്റ് ആക്കാനാണ് പറയുന്നത്. പൊതുവെ വിചാരിക്കുന്നത് വളരെ തിരക്കുള്ളതാണെങ്കിൽ 5 മിനിറ്റെങ്കിലും ഇരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പറയുന്നത് വളരെ തിരക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 20 മിനിറ്റ് ഇരിക്കണം എന്നാണ്. കാരണം തിരക്ക് കൂടി ഓടി നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കാണത് കൂടുതൽ ആവശ്യം. മറ്റേ കുറച്ച് ഇച്ചിരി റിലാക്സ് ചെയ്ത് ലൈഫിൽ പോകുന്ന ഒരാളെക്കാലും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ സെയിം ടോണിൽ പറയുവാണ്, കീപ് ഗോയിങ് well. If it is going well, when things are going well, be disciplined to keep them going, and if it is not, be more disciplined to bring it back to normal. Okay, thank you, bye.